ഇത് ഞങ്ങളുടെ ഇവാനക്കുട്ടിയുടെ ബർത്ത്ഡേയുടെ ചില ഭാഗങ്ങളാണ് കേട്ടോ. വലിയ ആഘോഷമൊന്നും അല്ലായിരുന്നു, വളരെ ലളിതമായിട്ട് കുറച്ച് പേര് മാത്രമുള്ള അവൾക്കൊരു സന്തോഷത്തിനും കൂടെ ദൈവത്തിന് നന്ദി പറയാനൊരവസരത്തിനുമായിട്ട് ചെറുതായിട്ടൊന്ന് ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ ചെറിയ ബർത്ത്ഡേ പാർട്ടി തുടങ്ങുകയാണ് കേട്ടോ. വളരെ ലളിതമാണ് ഞാൻ പറഞ്ഞതുപോലെ. പിന്നെ 4 വയസ്സ് വരെ ദൈവം കുഞ്ഞിനെ കാത്തു സൂക്ഷിച്ചു. ദൈവത്തിന് 1000 നന്ദി പറയുകയാണ് കേട്ടോ. നന്ദി 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 എൻ ദൈവമേ, നന്ദി എന്റെ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. നല്ല സമയത്തായ ദൈവത്തിൽ നന്ദി പറയുന്നത്. കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ കുഞ്ഞിന്റെ ഭക്തിയോടുള്ള ബന്ധത്തിൽ കർത്താവടിയുടെ ഭവനത്തിൽ കൂടുതൽ ദൈവ സഹായജനായ സ്തോത്രം കടന്നു വന്ന ഓരോ ഭവനങ്ങളെയും കർത്താവിന്റെ കരുത്തിൽ പരമേൽപ്പിക്കുന്നു. എല്ലാവരെയും സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വട്ടം വാഞ്ചോ കേക്കാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ചേട്ടയുടെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിയ കേക്കാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ ആ തിരക്കിനിടയിൽ ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. സാധാരണ എല്ലാ തവണയും നമ്മൾ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കാറ്. ഇത്തവണ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുക കേട്ടോ ചെയ്തത്. കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പം ഒത്തിരി കഷ്ടപ്പാടാണ്. കുറച്ച് പേരെ ഉള്ളെങ്കിലും ഇവിടുത്തെ നമ്മുടെ അടുപ്പും സാഹചര്യമൊക്കെ വെച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ. അപ്പോൾ നല്ല കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ചേട്ടയ്ക്ക് നൈറ്റ് ഫുഡായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തു കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തത് തുടക്കത്തിൽ അപ്പവും മട്ടൺ സ്റ്റൂവും പിന്നെ ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു, എല്ലാവരും എൻജോയ് ചെയ്തു.